കള്ളശരീയത്തിന്റെ ഉദാഹരണം നെക്സ്റ്റ് എടുക്ക്. അത് വലിയ ഉസ്താദ് നേരത്തെ പറഞ്ഞ വലിയ ഉസ്താദ് തന്നെ ആയിക്കോട്ടെ. മൂപ്പരോട് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം കത്തുമോ? ഞങ്ങളെ നിയമം അവിടെയും ഞങ്ങൾ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശം എന്നല്ല, മുത്തുനബിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിനെ കത്തിക്കാൻ പവറുള്ള ഒരു തീ അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇല്ല, എവിടെയില്ല, ഹയാത്ത് കാലത്തുമില്ല, ഹയാത്തിന് ശേഷമില്ല. ഇത് സുന്നത്ത് ജമാഅത്താണ്. ഒരാൾ പറയാ ഇട്ടാൽ കത്തും വീണാൽ കത്തൂല. എന്താപ്പത്? ഇട്ടാലും കത്തൂല വീണാലും കത്തൂല. നീ ഏത് ഇബാറത്താണോ ഇനി വായിച്ചത് അതേ ഇബാറത്താ ഞങ്ങൾക്ക് തെളിവ്. പക്ഷേ തെളിവ് പോരാ, അർത്ഥം പഠിക്കുന്നത് പോലെ പഠിക്കണം. അപ്പോ ഒരു ചങ്ങാതി അദ്ദേഹം ചോദിക്കുന്നതും ഇവിടെ പ്രസംഗിച്ച എന്റെ നാട്ടുകാരനായ അതിന്റെ പരിസരത്തുള്ള മറുപടികളൊന്ന് കേട്ടോളൂ. ആണ് അല്ലാന്ന് ഉറപ്പിക്കാൻ കാരണം വെച്ചാൽ പിന്നെ എ.പി. ഉസ്താദ് അടക്കം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്ക് കത്തൂലാന്ന് എ.പി. ഉസ്താദ് അടക്കം പറഞ്ഞു. എ.പി. ഉസ്താദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ല എന്നല്ലേ. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. എ.പി. ഉസ്താദ് പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ യോജിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹിന്റെ ആയത്ത് കാലത്താണ്. പിന്നെ അത് വഫാത്തിന് ശേഷം അത് ബാധകമാവില്ല. വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഖിയാമ വരെ നിൽക്കണം. മജ്ലിസിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ. അപ്പോ സഹോദരങ്ങളെ അവിടെ പിടിക്കുക. ഏത് ഇപ്പൊ പറഞ്ഞു കേട്ടോ, ചോദിച്ച ആളെ കുറിച്ചോ കത്തിച്ച സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കണ്ട. അത് തുറന്നാൽ ഇതിലേറെ അപകടം. അത് അങ്ങോട്ട് പോകുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. സഹോദരങ്ങളെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അതേ ഹുക്കുമ് തന്നെയാണ് അവിടുത്തെ വഫാത്തിന്റെ ശേഷവും. അപ്പോ ഷഹർ മുബാറക്ക് കത്തുമോ എന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി? അത് കത്തിയേക്കാം, കത്തൂല എന്ന് പറഞ്ഞത് ഹയാത്ത് കാലത്താണ്. എന്നിട്ടൊരു മറുപടി, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ നിന്ന് ബാക്കി നിൽക്കുന്നത് ഖുർആൻ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ മുജാഹിദുകളും മറ്റാളുകളൊക്കെ ആഘോഷിച്ചു, ഇസ്തിഗാസ മുറിഞ്ഞു, മുഅ്ജിസത്ത് ഖുർആൻ അല്ലാത്തതൊക്കെ നശിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇസ്തിഗാസ? ഞങ്ങൾ അവിടെ മാന്യത പാലിച്ചു. എന്താ വലിച്ചറിയോ? ഈ ഒരു ക്ലിപ്പ് കേട്ടപ്പോ ഞങ്ങളത് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ വിശദീകരണം അറിയണം. കാരണം ഞങ്ങൾ ഹഖായതേ പറയാൻ പറ്റൂ എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തിയെ ഞങ്ങൾ നേരിട്ട് വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, ഖുർആനല്ലാത്ത മുഅ്ജിസത്ത് മുറിയുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടേതായ ഒരു സംസാരം കേട്ടു, എന്താണ് ഉസ്താദേ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോ അങ്ങനെ നമ്മൾ പറയോ മുഅ്ജിസത്ത് മുറിയുന്നെങ്ങനെ നമ്മൾ പറയോ? ശരി, നമ്മൾ ഒന്നുകൂടി ചോദിച്ചു. അതല്ല ഉസ്താദേ ചോദിച്ചത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കത്തൂല, നെയ്യലില്ല. ഈ പറഞ്ഞ ദാത്തിയായ പ്രത്യേകത അത് ഇന്നുണ്ടോ? മർമ്മത്തിലാ ഞങ്ങളെ ചോദ്യം. ഉസ്താദിന്റെ മറുപടി, അത് ഇന്നുണ്ടാകണമെന്നില്ല. കത്താം, നേരുണ്ടാകാം. അതാ ഞങ്ങൾ പറഞ്ഞത്. ചേലേമ്പ്ര സംവാദത്തിൽ ഹനീഫ് മൗലവി ചോദിച്ചു എന്നോട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇസ്തിഗാസയെ ബാധിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല. ദാത്തിയായ ഖുസൂസിയത്ത് അതിനെക്കുറിച്ചാണ് ചർച്ച, അതിവിടെ പറയേണ്ടതില്ല. അതേ സമയത്ത് മുത്തുനബിയുടെ പ്രത്യേകതകൾ മുറിഞ്ഞു എന്നൊരു വാചകം വന്നു. അത് കള്ള ശരീഅത്താണ്. അങ്ങനെ മുറിയൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടോ? അത് എടുത്തു കളയുന്ന ഒരു കഴിവ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുക്കൂല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. കള്ളശരീഅത്തിന്റെ ഉദാഹരണമല്ലേ വേണ്ടത്? പഠിച്ചോളൂ. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തെ പ്രത്യേകതകൾ ഇന്ന് നിലനിൽക്കണമെന്നില്ല. കള്ളശരീഅത്തിന്റെ ഉദാഹരണമാണ്. ഇടയ്ക്കിടെ നേലുണ്ടാകുമെന്ന വാദം കള്ളശരീഅത്തിന്റെ. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കട്ടോ, ഞാൻ തെളിവ് സഹിതം ഞങ്ങൾ നേരെ ചോദിച്ചു പഠിച്ചിട്ടല്ലാതെ ഒരു സംഗതിയും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനി കേൾക്കണോ നിങ്ങൾക്ക് സഹോദരങ്ങളെ?